കടല് ചാടിക്കടന്നവന് എന്ത് കൈത്തോട് എന്ന് പറയാറുണ്ട്. ഇന്ത്യയുടെ പുത്തൻ സെൻസേഷൻ വൈഭവ് സൂര്യവംശിക്കായിരിക്കും ഈ ചൊല്ല് ഏറ്റവും നന്നായി ചേരുക. ഓസ്ട്രേലിയയിൽ അടിച്ചു തകർത്ത് റെക്കോർഡിടുകയാണ് 14-കാരൻ പയ്യൻ. ഓരോ മത്സരത്തിലും ഓരോ റെക്കോർഡ് പിറക്കുമ്പോൾ ഇതൊക്കെ ഞാൻ എത്ര കണ്ടതാ എന്ന ഭാവത്തിലാണ് വൈഭവ്. IPL-ൽ സാക്ഷാൽ ജസ്പ്രീത് ബുംറയെയും ട്രെന്റ് ബൗൾട്ടിനെയും ഹേസൽവുഡിനെയും ഒക്കെ കണ്ട വൈഭവിന് എന്ത് യൂത്ത് ഏകദിനത്തിലെ പിള്ളേർ. ഓസ്ട്രേലിയ അണ്ടർ-19 ടീമിനെതിരെ നടന്ന യൂത്ത് ഏകദിനത്തിലാണ് വൈഭവ് മറ്റൊരു റെക്കോർഡ് കൂടി സ്വന്തം പേരിൽ ചേർത്തത്. യൂത്ത് ഏകദിനത്തിൽ ഏറ്റവും അധികം സിക്സർ നേടുന്ന താരം. പിന്നിലാക്കിയത് ഇന്ത്യയുടെ തന്നെ ഉന്മുഖ് ചന്ദിനെ. 10 ഇന്നിംഗ്സുകളിൽ നിന്നാണ് വൈഭവ് 41 സിക്സറുകൾ അടിച്ചുകൂട്ടിയത്. ഉന്മുഖ് ചന്ദിന് വേണ്ടി വന്നത് 21 ഇന്നിംഗ്സുകളായിരുന്നു. യൂത്ത് ഏകദിന ചരിത്രത്തിൽ ഏറ്റവും വേഗത്തിൽ സെഞ്ചുറി നേടുന്ന താരം എന്ന നേട്ടവും വൈഭവിന്റെ പേരിലാണ്. ഇംഗ്ലണ്ടിനെതിരായ മത്സരത്തിൽ 52 പന്തിലാണ് വൈഭവ് 3 അക്കം കടന്നത്. മറികടന്നത് പാകിസ്ഥാൻ താരമായ കമ്രാൻ ഗുലാമിനെ. 2013-ൽ 53 പന്തിലായിരുന്നു ഗുലാം സെഞ്ചുറി നേടിയത്. യൂത്ത് ഏകദിനത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരവും വൈഭവ് തന്നെയാണ്. ബംഗ്ലാദേശിന്റെ നജ്മുൽ ഷാൻഡോയുടെ റെക്കോർഡാണ് വൈഭവ് തകർത്തത്. എല്ലാ പന്തും അതിർത്തി കടക്കാൻ ശ്രമിക്കുന്ന ചോരത്തിളപ്പുള്ള വെറുമൊരു പയ്യനായി വൈഭവിനെ കാണരുത്. പറയുന്നത് ലോകത്ത് തന്നെ ഏറ്റവും മികച്ച സ്പിന്നർമാരിൽ ഒരാളായ അശ്വിൻ. ചെന്നൈ സൂപ്പർ കിങ്സ് രാജസ്ഥാൻ റോയൽസ് മത്സരത്തിനിടെയാണ് സംഭവം. എറൗണ്ട് ദി വിക്കറ്റിൽ എറിഞ്ഞ പന്ത് കവറിലേക്ക് വൈഭവ് പ്ലേസ് ചെയ്തു. അടുത്ത പന്ത് കുറച്ച് സ്ലോ ആയി എറിഞ്ഞു. ക്ഷമയോടെ കാത്തിരുന്ന് വൈഭവ് മിഡോണിലേക്ക് ഒരു സിംഗിൾ നേടി. അവൻ എവിടെ നിന്നാണ് വരുന്നതെന്ന് അന്ന് എനിക്ക് മനസ്സിലായി. അശ്വിൻ്റെ ആ വാക്കുകളിലുണ്ട് വൈഭവിൻ്റെ മികവ്. 18 വർഷം മുമ്പാണ് അശ്വിൻ IPL-ൽ അരങ്ങേറിയത്. വൈഭവ് ജനിക്കുന്നതിനും 4 വർഷം മുൻപ്. ഒരിക്കൽ ജോസ് ബട്ട്ലർ ജോഫ്ര ആർച്ചറോട് ചോദിച്ചിട്ടുണ്ട്, രാജസ്ഥാൻ നെറ്റ്സിൽ 14-കാരൻ വൈഭവ് തലങ്ങും വിലങ്ങും അടിച്ചു തകർത്തപ്പോൾ എന്ത് തോന്നിയെന്ന്. പ്രായം കൊണ്ടൊരിക്കലും അളക്കേണ്ടതല്ല വൈഭവ് എന്ന പ്രതിഭയെ. ക്യാപ്റ്റനായിരുന്ന സഞ്ജു സാംസണ് പരിക്കേറ്റതോടെയാണ് വൈഭവ് രാജസ്ഥാൻ റോയൽസിന്റെ പ്ലേയിങ് 11-ലെത്തിയത്. 9 മത്സരങ്ങളിൽ നിന്ന് ഒരു സെഞ്ചുറി ഉൾപ്പെടെ 285 റൺസ് അടിച്ചുകൂട്ടി. ഗുജറാത്ത് ടൈറ്റൻസിനെതിരെയായിരുന്നു വൈഭവിന്റെ സെഞ്ചുറി. നേരിട്ട രണ്ടാം പന്ത് തന്നെ മുഹമ്മദ് സിറാജിനെ സിക്സർ അടിച്ചുകൊണ്ട് തുടങ്ങി. 35 പന്തിൽ നിന്ന് 3 അക്കത്തിലെത്തി. IPL-ലെ വേഗമേറിയ രണ്ടാമത്തെ സെഞ്ചുറി. വേഗമേറിയ സെഞ്ചുറി തികച്ച ഇന്ത്യക്കാരൻ. സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ താരം. ഇതെല്ലാം സിറാജും റാഷിദ് ഖാനും എല്ലാം ഉൾപ്പെട്ട ലോകോത്തര ബൗളിംഗ് നിരക്കെതിരെയായിരുന്നു. റെക്കോർഡ് ബുക്കിന് നീളം വൈഭവ് പെരുപ്പിച്ചുകൊണ്ടിരുന്നു. പരിക്കുമാറി ക്യാപ്റ്റൻ തിരിച്ചു വന്നപ്പോഴേക്കും ഒരിക്കലും അവഗണിക്കാനാവാത്ത വിധം തന്റെ സ്ഥാനം വൈഭവ് സൂര്യവംശി ഉറപ്പിച്ചിരുന്നു. പിന്നീട് ഇന്ത്യയുടെ ജൂനിയർ കുപ്പായത്തിലും വൈഭവ് മികവ് തെളിയിച്ചു. അതിനിടെ ഒരു താരതമ്യത്തിലൂടെ വൈഭവിന്റെ ഭാവിയെക്കുറിച്ചും ആരാധകർ വേവലാതിയുമായെത്തി. 14-ാം വയസ്സിൽ തന്നെ IPL-ലൂടെ മാത്രം കോടിപതിയായ വൈഭവ് പണത്തിന്റെയും പ്രശസ്തിയുടെയും പിന്നാലെ പോയി ക്രിക്കറ്റിനെ മറക്കരുതെന്നാണ് ആരാധകരുടെ അപേക്ഷ. അടുത്ത സച്ചിൻ എന്ന് ഏവരാലും വാഴ്ത്തപ്പെട്ട, പിന്നീട് എവിടെയും എത്താതെ പോയ പൃഥ്വി ഷായുമായാണ് വൈഭവിനെ താരതമ്യപ്പെടുത്തിയത്. ഇന്ത്യക്കായി അണ്ടർ-19 ലോകകപ്പ് നേടിക്കൊടുത്തു തുടങ്ങിയ പൃഥ്വി ഷാ ടെസ്റ്റ് അരങ്ങേറ്റത്തിൽ തന്നെ സെഞ്ചുറിയും സ്വന്തമാക്കിയിരുന്നു. പിന്നീട് പണത്തിലും പ്രശസ്തിയിലും അഭിരമിച്ച താരത്തിന് ക്രിക്കറ്റ് കൈവിട്ടു പോകുന്നത് നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. ഫിറ്റ്നസും ഫോമും തിരിച്ചുപിടിച്ച് ഒരു തിരിച്ചുവരവിനൊരുങ്ങുകയാണ് പൃഥ്വി ഷാ ഇപ്പോൾ. പക്ഷേ അപ്പോഴും നഷ്ടപ്പെടുത്തിയ തന്റെ വർഷങ്ങളോർത്ത് പൃഥ്വി ഷാ ഖേദിക്കും. വൈഭവിന് മുന്നിൽ പക്ഷേ അനുഭവങ്ങളുണ്ട്. നന്നേ ചെറുപ്പത്തിലെ എത്തിപ്പെട്ടത് കുമാർ സംഗക്കാരയുടെയും രാഹുൽ ദ്രാവിഡിന്റെയും കൈകളിലേക്കാണ്. ഒരുപാട് സമയം അഴുക്കുകളിൽ മുങ്ങി തപ്പുമ്പോൾ ലഭിക്കുന്ന മുത്താണ് വൈഭവ്. അവൻ തിളങ്ങും. പറയുന്നത് കുമാർ സംഗക്കാര തന്നെയാണ്. മകന്റെ ക്രിക്കറ്റ് കരിയറിനായി കൃഷിസ്ഥലം വിറ്റ അച്ഛനാണ് സഞ്ജീവ് സൂര്യവംശി. ആ അച്ഛന്റെ മകന് നേടാൻ ഒരുപാടുണ്ട്. സ്കൂളിൽ നോട്ടെഴുതേണ്ട പ്രായത്തിൽ റെക്കോർഡ് ബുക്കിൽ സ്വന്തം പേരുകൾ എഴുതിക്കൂട്ടുകയാണ് വൈഭവ്. അവനെ അടുത്ത സച്ചിനും അടുത്ത സേവാഗുമൊന്നും ആക്കേണ്ട. അവൻ നമ്മുടെ വൈഭവമായി തന്നെ വളരട്ടെ. രാജ്യത്തിൻ്റെ അഭിമാനമാകട്ടെ.